കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബെനിഫിൻ. സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസ്സിൽ നിക്ഷേപിക്കാം. ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2024 ഡിസംബർ 23 തിങ്കളാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി സർക്കാർ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്ന സംരംഭങ്ങളും പദ്ധതികളും സ്വീകരിക്കുന്നതിനായി മനാമയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാഷണാലിറ്റി, പാസ്പോർട്ട്സ്, റെസിഡൻസ് അഫയേഴ്സ് ആസ്ഥാനത്ത് പ്രീമിയം സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ NPRA അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫ പങ്കെടുത്തു. 2 മണിക്കൂറിനുള്ളിൽ ബഹ്റൈൻ പൗരന്മാർക്ക് പാസ്പോർട്ട് മാറ്റിസ്ഥാപിക്കൽ, നവജാത ശിശുക്കൾക്ക് പാസ്പോർട്ട് നൽകൽ തുടങ്ങിയ ദ്രുതഗതിയിലുള്ള സേവനങ്ങളാണ് പ്രീമിയം സർവീസ് സെന്ററിലൂടെ നൽകുന്നത്. പൗരന്മാർക്കും താമസക്കാർക്കും കൂടുതൽ കാര്യക്ഷമമായ സേവനങ്ങൾ നൽകുന്നതിനും വേഗത, കാര്യക്ഷമത, മികവ് എന്നിവ ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പ്രീമിയം സേവന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. വർത്തമാനകാലത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വംശീയതയ്ക്കെതിരെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതിരോധം തീർക്കേണ്ടത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അധ്യക്ഷൻ P. മുജീബ് റഹ്മാൻ പറഞ്ഞു. ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിച്ച സാമൂഹിക പ്രവർത്തകരുടെ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ MM അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ജമാൽ ഇരിങ്ങൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി നന്ദിയും പറഞ്ഞു. അനീസ് VK, മുഹമ്മദ് മുഹിയുദ്ദീൻ, അജ്മൽ ഷറഫുദ്ദീൻ, മൂസ K ഹസൻ ജലീൽ, റഷീദ സുബൈർ, സാജിദ സലീം, AM ഷാനവാസ്, ഗഫൂർ മൂക്കുതല, ലത്തീഫ് കടമേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സീനിയർ എക്സിക്യൂട്ടീവ് അംഗം TP ഉസ്മാന് ബഹ്റൈൻ OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. 46 വർഷത്തോളമായി ബഹ്റൈൻ പ്രവാസിയായിരുന്ന ഉസ്മാന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA മെമന്റോ നൽകി ആദരിച്ചു. OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം എന്നിവർ ആശംസാ പ്രഭാഷണം നടത്തി. കോഴിക്കോട് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ബിജു ബാൽ CK അധ്യക്ഷത വഹിച്ച യോഗത്തിന് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പനായി സ്വാഗതം പറഞ്ഞു. OICC ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു, സയ്യിദ് MS, ദേശീയ ട്രഷറർ ലത്തീഫ് ആയഞ്ചേരി, ദേശീയ വൈസ് പ്രസിഡന്റുമാരായ ഗിരീഷ് കാളിയത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. GCC ഉൾപ്പെടെയുള്ള 50-ൽ പരം രാജ്യങ്ങളിലെ KMCCകളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ഗ്ലോബൽ മീറ്റ് കോഴിക്കോട്ട് നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. KMCC ബഹ്റൈൻ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ട്രഷറർ PK മുസ്തഫ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം, മുൻ ജനറൽ സെക്രട്ടറി അസൈനാർ കാലത്തിങ്കൽ എന്നിവർ ബഹ്റൈൻ പ്രതിനിധികളായി സംബന്ധിച്ചു. KP മുഹമ്മദ് കുട്ടി, സൗദി അറേബ്യ പ്രസിഡന്റ്, പുത്തൂർ റഹ്മാൻ UAE ജനറൽ സെക്രട്ടറി, UA നസീർ USA ട്രഷറർ എന്നിവരെ വേൾഡ് KMCCയുടെ പ്രധാന ഭാരവാഹികളായി തിരഞ്ഞെടുത്ത ഗ്ലോബൽ മീറ്റിൽ ബഹ്റൈനിൽ നിന്നുള്ള അസൈനാർ കളത്തിങ്കലിനെ സെക്രട്ടറിയായും പ്രഖ്യാപിച്ചു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്റർ ബഹ്റൈനിലെ നേപ്പാളീസ് എംബസി ലേബർ അറ്റാഷെ ജമുന കാഫ്ലെക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ പ്രവാസി ലീഗൽ ജനറൽ സെക്രട്ടറി റിതിൻ രാജ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PLC രക്ഷാധികാരി ഫ്രാൻസിസ് കൈതാരത്ത്, മുതിർന്ന ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ രാജി ഉണ്ണികൃഷ്ണൻ, സ്പന്ദന കിഷോർ എന്നിവർ ആശംസകൾ നേർന്നു. ശ്രീജ ശ്രീധരൻ നന്ദി പ്രകടിപ്പിച്ചു. മനാമയ്ക്കടുത്തുള്ള നയിമിലെ വെയർഹൌസിൽ തീപിടുത്തമുണ്ടായി. ഞായറാഴ്ച പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. വിവരം ലഭിച്ച് 5 മിനിറ്റിനുള്ളിൽ അഗ്നിശമന സേനാംഗങ്ങൾ എത്തിച്ചേർന്ന് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തി. 9 പേരെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെയർഹൌസിൽ തൊഴിലാളികളുടെ താമസ സൗകര്യങ്ങളും നിർമ്മാണ സാമഗ്രികളും തടിയുമാണ് ഉണ്ടായിരുന്നതെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു.